എനിക്ക് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ അങ്ങനെ ഇന്ന ആളെ അങ്ങനെ എനിക്കില്ല. ഞാൻ അതിനെ ഗെയിമായിട്ടേ കാണുന്നുള്ളൂ. ഇപ്പോൾ പോയ എല്ലാവരും അവരുടേതായ രീതിയിൽ നിൽക്കുന്നു എന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്നായി പെർഫോം ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരെ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ അനീഷ് നന്നായിട്ട് കോമണർ നന്നായിട്ട് പോകും. ഒരു ബിഗ് ബോസിൻ്റെ വേണ്ട കണ്ടൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. അതുപോലെ അനുമോൾ കണ്ടൻറ്റ് കൊടുക്കുന്നതിൽ പിടിക്കാൻ. പക്ഷെ അവരുടെ ഗെയിം എങ്ങനെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുന്നതോ. പിന്നെ നൂറ, അവരാ പെയറായിട്ട് വന്ന കുട്ടികൾ അവർ നന്നായി പോകുന്നുണ്ട്. അതുപോലെ പിന്നെയുണ്ട് ഷാനവാസ്, അവരൊക്കെ നന്നായിട്ട് കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കുറേ പേര് നോട്ട് ബിന്നി പിന്നെ കുറച്ച് സൈലൻ്റ് ആണ് ആളങ്ങനെ. ഭയങ്കര നമുക്ക് എന്തെന്ന് നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവിടെ പോയാൽ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ളൊരു, നമുക്ക് അതിനപ്പുറത്തേക്ക് ബഹളം വെക്കാൻ, അത് ഓരോരുത്തർ ക്യാരക്ടർ അനുസരിച്ച്. അപ്പോൾ അവിടെ 20 പേർക്ക് 20 ക്യാരക്ടറായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ അതിന് പറ്റിയ മെറ്റീരിയലായിട്ടായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ കൂടെ പിടിച്ച് ഒത്തിരി പാടായിരിക്കും. എപ്പോഴും ഇപ്പം ധന്യ ചേച്ചിയാണെങ്കിൽ ആദ്യത്തെ സീസണിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ്, പക്ഷെ എന്നാലും ഇത് നല്ലൊരു ഗെയിം കളിച്ചതുകൊണ്ടാണ് 100 ദിവസം അവിടെ നിൽക്കാൻ